ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ദാ കുറച്ച് ലിവർ കിട്ടിയിട്ടുണ്ട്. ജോൺ ചേട്ടനെ എന്നോട് പറഞ്ഞത് നിന്റെ ആ സ്പെഷ്യൽ ബീഫ് ഫ്രൈയുടെ മസാല ചേർത്തിട്ട് എനിക്കൊന്ന് ലിവർ ഫ്രൈ ചെയ്ത് തരാം, ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടാണേ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ഒരു എല്ലാവരും കണ്ട് അംഗീകരിച്ച ഒരു ബീഫ് ഫ്രൈ ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഞാൻ ഇന്നൊരു ലിവർ ഫ്രൈ ഉണ്ടാക്കുക. ഒന്ന് നോക്കിക്കോട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിനു മുമ്പ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞത്. എന്തായാലും എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇതാ ഞാൻ 1 കിലോ ലിവർ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക. ഒരു 250 ഗ്രാം ചെറിയുള്ളി ഉണ്ട്, 250-300 ഗ്രാം ഉണ്ട്. പാകത്തിന് വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു ലിവർ ആയതുകൊണ്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർക്കണം. നമ്മൾ മറ്റേ ബീഫിന് നമ്മൾ ചേർക്കാറില്ല. 3 ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ, പക്ഷേ ഇതിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്, അത് ചേർത്തൊന്ന് ഫ്രൈ ആക്കും. അപ്പോഴത്തേനുമാണ് അതിൻ്റെ ഒരു ആ സ്മെല്ലും ആ ഒരു ടേസ്റ്റും കൂടെ വരിക. കാണിച്ചു തരാം, വായോ. ഇതാ ആദ്യം തന്നെ ലിവർ ഒന്ന് വേവിക്കണം. ഒരുപാട് വേവിച്ച് അങ്ങനെ കുക്കറിനകത്ത് ഇടുന്നത് കൊണ്ട് ഒരു 2-3 വിസിൽ മതി. ബാക്കി പിന്നെ നമുക്ക് ചീനിച്ചട്ടിയിലിട്ട് റെഡിയാക്കാവേ. ലിവർ ഇട്ട് കൊടുത്തേ, 2 കറിവേപ്പില, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയെ. ലിവർ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം. വെള്ളം അങ്ങനെ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. വേവിക്കും. ചീനിച്ചിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കുക്കറിനകത്ത് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്, ലിവറൊക്കെ റെഡി ആയിട്ടുണ്ട്. എയർ പൊക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാമല്ലോ. എന്താ, എണ്ണ ചൂടായപ്പം ചെറിയുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങാക്കൊത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോ, പക്ഷെ ആവശ്യമില്ല. കുറച്ചിട്ടാൽ മതി. ലിവറിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പം പാകത്തിന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണേ, നിങ്ങളുടെ എരിവിന് പാകത്തിന്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നപ്പം ദാ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവറില്ലേ, ആ വെള്ളം അടക്കം അങ്ങ് തട്ടിയേക്കാവേ. തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വരണ്ട് വരട്ടെ. നമ്മുടെ ലിവർ അങ്ങനെ നല്ല പോലെ വരണ്ട് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഒരു സാധനം ചേർക്കുന്നത്. എന്താണെന്നറിയോ? ഇതാ കുറച്ച് നല്ല പശു നെയ്യാണ്, നാടൻ നെയ്യ് അങ്ങോട്ട് ചേർത്ത്. ഇനി ഇതിനകത്ത് കിടന്നിട്ട് അങ്ങോട്ട് വരട്ടിയെടുക്കണം. കൊളസ്ട്രോൾ ഉള്ളവരൊന്നും കഴിക്കണ്ട കേട്ടോ. കൊളസ്ട്രോൾ ഉള്ളവർ വേണമെങ്കിൽ അത്ര ആഗ്രഹം തോന്നുന്നവരുണ്ടാക്കിയിട്ട് 2 കഷ്ണം കഴിച്ചോ. അല്ലാത്തവർ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെയാണ്. ഇച്ചിരി കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ കറുപ്പിച്ച് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, ഈ സമയത്ത് ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. ചപ്പാത്തിയുടെയും പൊറോട്ടയൊക്കെ കൂടെ ഇങ്ങനെ ഈ സമയമായിരിക്കും, ഇതായിരിക്കും നല്ലത്. ഒരു ചെറിയൊരു ഗ്രേവിയോടുകൂടി. പക്ഷെ ചോറിൻ്റെയൊക്കെ കൂടെ ആണെങ്കിലും തന്നെത്താനെ കഴിക്കാനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആകുന്നതായിരിക്കും നല്ലത്. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഇപ്പം തന്നെ ഇല്ലേ, നമ്മുടെ ലിവർ ഫ്രൈയുടെ ലെവല് മാറി. അത്ര ടേസ്റ്റുള്ള ആ നെയ്ക്കകത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുമ്പം നല്ല അടിപൊളിയാണ്. ഞാൻ വീണ്ടും പറയുകയാണേ, കൊളസ്ട്രോൾ ഉള്ളവരോ അങ്ങനെയുള്ളവരൊക്കെ, ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ കണ്ടിരുന്നാൽ മതി. വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ 2 കഷ്ണമോ കഴിച്ചോട്ടോ. അത് വല്ലപ്പോഴും അല്ലേ, അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവും. നമ്മൾ എന്ത് സാധനമാണെങ്കിലും കൊതിയോടെ ഇരിക്കുന്നതിനെക്കാട്ടിയും നല്ലത് 2 കഷ്ണം കഴിക്കുക, എന്നിട്ട് നല്ലപോലെ കെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും കണ്ടോ,
അടിപൊളിയാട്ടോ. നമ്മുടെ ലിവർ ഫ്രൈ അങ്ങനെ ഇതാ വീണ്ടും വരണ്ടുകൊണ്ടിരിക്കുന്നു, കറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇവിടം കൊണ്ട് നിർത്താം. എന്നിട്ട് എടുക്കുമ്പോൾ ചൂടാക്കാവേ. കുറച്ചും കൂടെ നല്ലപോലെ കറുത്താലും നല്ലതാ. പക്ഷെ ഇപ്പം കഴിക്കുമ്പോൾ നമ്മൾ ചൂടാക്കൂലേ. ഒന്ന് ടേസ്റ്റ് നോക്കാം. കഴിച്ചു നോക്കാം. ലിവറൊക്കെ കഴിക്കാൻ മടിയുള്ളവരെ ഇതൊന്നുണ്ടാക്കി കഴിച്ചു നോക്കി. ഇങ്ങനെ നല്ല ടേസ്റ്റാ. കഴിച്ചുകൊണ്ടേയിരിക്കും. നല്ല ചൂടാ. അതാണ് ലാസ്റ്റ് ചേർത്ത നെയ്യുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ പിടിക്കും. അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.